ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പറയുമ്പോൾ ഒരു കുഞ്ഞി ഫോണാണ്. കുഞ്ഞി ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഐഫോൺ 14 പ്രോ മാക്സ് മിനിക്കുട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ഫോണാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. സംഭവം എന്ന് വെച്ചാൽ ഡെഡ് ആയതാണ്, കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡെഡ് ആയതാണ്, ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞത്. ഇവിടെ എത്തി കുറച്ച് ദിവസമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അപ്പൂത്തിന് ഓഫ് ആയി എന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു റിസ്ക് ആണ് ഈ ഫോൺ അയക്കുക എന്ന് പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് അയക്കുന്നത്. ഇതിൻ്റെ മെക്കാനിക്സോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഫോൺ ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു മിനിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൺ. ഈ മിനിക്കുട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഷയിൽ ഞാൻ പറയുന്നതാണ്. ശരിക്കുള്ള പേരൊന്നും അതൊന്നുമല്ല. ഇത് മിനി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. മിനിക്കുട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു പേരായിട്ട് ഞാൻ വിളിക്കുന്നു എന്നുള്ളൂ, വേറൊന്നൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഈ ഫോൺ നമ്മൾ അയക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ആകെ 4-5 സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ബാക്ക് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ 530 അതേപോലെ ഇതിൻ്റെ വേറെ ടിന്നറൊക്കെ വെച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ ഗമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ല റിസ്ക് എടുത്തിട്ട് തന്നെ ബാക്ക് അയച്ച്. പിന്നെ സ്ക്രൂ കാര്യങ്ങളൊക്കെ അയച്ച് ഇതിന്റെ മിഡിൽ പാനൽ അയക്കുമ്പോൾ വലിയ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ മദർ ബോർഡുമൊക്കെ ഇതിന്റെ ബാറ്ററി അയക്കാൻ ഭയങ്കര സീനാണ്. ബാറ്ററി അയക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് ഞാൻ അതിമേ. കമ്പനി ഗമ്മാണ് വരുന്നത്. പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ ഫോണാണ്. ഇപ്പൊ ഈ ചെറിയ ഫോൺ ഇത്രയും ഒരു ചെറിയ രീതിയിൽ ഈ മൊഡ്യൂളിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കുക എന്ന് പറയുന്നത് നിസ്സാരൊരു സംഭവമല്ല. അപ്പൊ അതിനനുസരിച്ചും ഗമ്മും ആ ഒരു പ്രത്യേക തരം ഒരു ഗമ്മാണ്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നറിയില്ല. അത്രക്ക് റിസ്ക് ഇരുന്ന അയക്കാൻ. അതേപോലെ ഇതിന്റെ മദർ ബോർഡ്, അതേപോലെ ഇതിന്റെ ബാറ്ററി എല്ലാം ഈ സാധാ നമ്മളെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന പോലെയല്ല. നല്ല വ്യത്യാസമുണ്ട് സ്മാർട്ട് ഫോണും ഇതും തമ്മിൽ. അപ്പൊ അയച്ചു നോക്കി നമ്മളൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ചാർജിനൊക്കെ ഇട്ട് നോക്കുന്ന സമയത്തും യാതൊരു റെസ്പോണ്ടേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ മദർ ബോർഡ് എവിടെയോ ഷോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി. എന്താ വെച്ചാൽ നമ്മൾ ചാർജിന് കുത്തുന്ന സമയത്ത് ഒരു ചെറിയ 0 ആംപിയറെങ്കിലും എടുക്കണം. അങ്ങനെയും കൂടി എടുക്കാത്തൊരു പക്ഷം നമുക്ക് ഇത് ഒരു ഡൗട്ട് വന്ന് എന്തൊരു ഷോർട്ടോ കാര്യം എന്തോ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ മദർ ബോർഡൊക്കെ അതിന്റെ പാനൽ മന്നൊക്കെ അയച്ചു നമ്മൾ എന്ത് ചെയ്യും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആദ്യം നമുക്ക് ആ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം. ബാറ്ററി കണക്ടർ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ കറക്റ്റ് വാല്യൂം അതേപോലെ ഷോർട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ബാറ്ററി ഒക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇതിന്റെ ഷോർട്ട് എവിടെയാണ് എന്താണെന്നുള്ളത് മദർ ബോർഡുമ്പോൾ ചെക്ക് ചെയ്ത് മൾട്ടിമീറ്റർ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടെത്തി ഇതിന്റെ ഒരു പവർ ഐസിന്റെ ഒരു ഭാഗത്ത് വരുന്ന ഷോർട്ട്. ആ ഷോർട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒഴിവാക്കി. അതിന്റെ ആ ഭാഗത്തേക്ക് നമ്മളെ ഒരു സെയിം കമ്പോണന്റ് വേറെ ഫോണിൽ തന്നെ ആ ഒരു സെയിം കമ്പോണന്റ്, സെയിം എന്ന് പറയുമ്പോൾ സെയിം വാല്യൂ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്താ വെച്ചാൽ സെയിം വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ സ്കീമാറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പവർ ഐസിന്റെ അടുത്ത് ഇന്നൊരു ഭാഗത്തേക്ക് ഒരു വോൾട്ടേജ് എങ്ങനെ പോകുന്നു, ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു കപ്പാസിറ്റർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അതൊക്കെ മാറ്റിയിട്ടെടുത്ത് നമ്മൾ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് സംഭവം ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓണായി വരുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷമാണ്. അത് വല്ലാത്തൊരു സന്തോഷം. എന്താ വെച്ചാൽ നമ്മൾ ഫോൺ അയച്ചു, ഇതിന്റെ ഷോർട്ട് കണ്ടെത്തി, ഇത് ബാക്കിയുള്ള ഒരു പ്രശ്നങ്ങളും എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നൊക്കെ നമുക്ക് കരുതുമ്പോൾ അത് പ്രത്യേകതരം ഒരു സുഖമാണ്. അത് ഓണായി വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. അതൊക്കെ ടെക്നീഷ്യന്മാർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സുഖം എന്താണ് എന്നുള്ളത്. അങ്ങനെ ഇതിന്റെ ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നില്ല, അത് ബൂസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ചാർജിനൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബാറ്ററിമേ തന്നെ എങ്ങനെ ഓൺ ആക്കുക എന്നുള്ളത് നോക്കി. ബാറ്ററിമേ ഓൺ ആവുന്നുണ്ടോ ഓണായി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി. അങ്ങനെ ബാറ്ററിമേ ഓണായി വരുന്നുണ്ട്, പക്ഷെ ഓണായിട്ട് അതേപോലെ ഓഫ് ആവരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ചാർജ് ഇല്ലായിട്ടായിരുന്നു. അങ്ങനെ വീണ്ടും ചാർജിനിട്ട് ഒരു 11% ആയ ശേഷം ഫോൺ എന്ത് ചെയ്തു, ഓണാക്കിയ ശേഷം ഇതിന്റെ ടച്ച് ഓക്കെ ആണോ, ഇതിന്റെ മൈക്ക് ഓക്കെ ആണോ, ഇതിന്റെ സ്പീക്കർ ഓക്കെ ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ചാർജിങ് ഓക്കെ ആണോ, എല്ലാ കാര്യങ്ങളും നമ്മൾ 1 by 1 ആയിട്ട് എല്ലാം ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്തു, ഇതിന്റെ മിഡിൽ പാനലിലേക്ക് ഇടുന്ന സമയത്താണ് ഇതൊരു ചാത്തങ്കളി, ബട്ടന്റെ ഒരു ചാത്തങ്കളി ഉണ്ടായിരുന്നു. പൊന്നോ, വല്ലാത്തൊരു ചാത്തങ്കളിയായിരുന്നു ഇത്. ഇടുക പിന്നെയും പോരാ. ലാസ്റ്റ് ഒരു ഇൻസുലേഷൻ ടൈപ്പൊക്കെ എടുത്തുകൊണ്ട് ഒട്ടിച്ചിട്ടും പിന്നെ അതന്നെ കഥ. അങ്ങനെ ആ ചാത്തനെ ഞാൻ വിടൂല എന്ന് ഞാൻ ഉറപ്പിച്ചു. ആ ചാത്തനെ ഞാൻ എടുത്ത് അളച്ച് ലാസ്റ്റ് എല്ലാം ഓക്കെ ആക്കിയാണ്ട് ഇതിന്റെ ബാക്ക് പാനൽ ഒട്ടിക്കുന്ന സമയത്താണ് ഇതിന്റെ ബാറ്ററി നല്ല രീതിയിൽ പൊന്തിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ മദർ ബോർഡ് കുറച്ച് പൊന്തിക്കെടുക്കുകയാണ്. അങ്ങനെ ആ മദർ ബോർഡ് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഉള്ളിൽ കാക്കണം, വീണ്ടും അതേപോലെ അയക്കണം. ആ ചാത്തൻ ബട്ടന്റെ ഒരു പ്രശ്നമുണ്ടോ, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഇതിന്റെ മദർ ബോർഡ് ഓവറായിട്ട് നമുക്ക് പ്രസ് ചെയ്യാനും പറ്റില്ല. എന്താ വെച്ചാൽ ലോ ക്വാളിറ്റി മദർ ബോർഡാണ്. ഓവർ പ്രസ് ചെയ്താൽ പൊട്ടാനും ചാൻസ് ഉണ്ട്. അത്രക്കും കെയർഫുൾ ആയിട്ട് നമ്മൾ അയക്കും വേണം, അതേപോലെ ഇത് ഫിറ്റ് ചെയ്യും വേണം, എല്ലാം ചെയ്യണം. എന്താ വെച്ചാൽ അത്രയും ചെറിയ കണക്ഷൻസ്, ചെറിയ മദർ ബോർഡ്, ചെറിയ എന്താ പറയുക, എല്ലാം ചെറിയ സാധനങ്ങളാണ്. നമ്മൾ കൈയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ശ്രദ്ധ ഇല്ലായ്മ ആയി കഴിഞ്ഞാലടക്കം മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വലിയ ഫോണായാലും ചെറിയ ഫോണായാലും. പക്ഷേ ഇത് പറയുമ്പോൾ ചെറിയ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ ലാസ്റ്റ് ഇതിന്റെ മിഡിൽ പാനലും അതേ
അതേപോലെ ഇതിൻ്റെ പാനലിലൊക്കെ നമ്മൾ ആ പഴയ ഗമ്മൊക്കെ ഒഴിവാക്കി പുതിയ ഗമ്മ് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ ആ പുതിയ ഗമ്മും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലൈ ചെയ്ത ശേഷം നമ്മളിത് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ആ ഗമ്മ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കണം. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ റബ്ബറും കാര്യങ്ങളും, ഈ റബ്ബർ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ബാക്ക് പാനൽ നമ്മൾ അയച്ച് ഗമ്മിട്ടതാണ്. പുതിയൊരു ഗമ്മ് ഇട്ടത് കൊണ്ട് തന്നെ അത് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അവിടെ ഫിക്സ് ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ റബ്ബർ ഇട്ടുകൊണ്ട് നിർത്തണം. അങ്ങനെ ഇതിൻ്റെ ടച്ച് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അതേപോലെ ടച്ച് മൈക്ക് സ്പീക്കർ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തു സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതേയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ.